നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ നർമ്മദാ നദിയിലെ ജലവിധാനം 7 അടി ഉയർത്തുവാനുള്ള കേന്ദ്ര നീക്കം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് എതിരാണെന്ന മേധാ പട്കാർ. ആലുവ എടത്തലയിൽ തോട്ടിൽ വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ അന്വേഷണം നടത്താനാവൂ എന്ന് പോലീസ്. ആലുവ ചെങ്ങനാട്ടിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. 205 ആംബുലൻസുകളുമായി ബിടെക്കുകാരൻ എക്സൈസ് പിടിയിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നർമ്മദാ നദിയിലെ ജലവിതരണം 7 അടി ഉയർത്തുവാനുള്ള കേന്ദ്ര നീക്കം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി സുപ്രീം കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിന് എതിരാണെന്നും ഇതിനെതിരെ 2ാം സ്വാതന്ത്ര്യ സമരത്തിന് രൂപം കൊടുക്കുമെന്നും മേധാ പട്കർ ഗ്രീൻ 6 ന്യൂസിനോട് പറഞ്ഞു. ഗുജറാത്തിലൂടെ ഒഴുകുന്ന നർമ്മദാ നദിയിലെ ജലവിധാനം കൂട്ടുവാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തപ്പോൾ ഒരു നാടിന്റെ സംസ്കാരം തന്നെ വെള്ളത്തിൽ മുക്കുന്ന നടപടിക്കെതിരെ നിരവധി പേർ കോടതിയിൽ റിട്ട് കൊടുത്തിരുന്നു. സുപ്രീം കോടതിയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഗ്രാമങ്ങളെയാകെ മുക്കുന്ന നടപടി ഉണ്ടാവില്ലെന്ന് സത്യവാങ്മൂലം കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ സത്യവാങ്മൂലത്തിന് ഘടകവിരുദ്ധമായ നിലപാടെടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ദേശീയ മനുഷ്യാവകാശ പ്രവർത്തക മേധാ പട്കർ പ്രസ്താവിച്ചു. UC കോളേജിൽ ഒരു സെമിനാറിനായി ബന്ധപ്പെട്ടു വന്ന മേധാ പട്കർ ഗ്രീൻ 6 ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു. നിരവധി മരങ്ങളും ഗ്രാമങ്ങളും ഗ്രാമീണ സംസ്കാരങ്ങളും വെള്ളത്തിൽ മുക്കുന്നത് വൻകിട വ്യവസായികളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. അന്ന് ഇതിനെ അടിമുടി എതിർത്ത ഉമാഭാരതി ഇപ്പോൾ അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് മേധാ പട്കർ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായപ്പോൾ നിലപാട് മാറ്റുന്നത് ശരിയല്ല. നദിയുടെ ജലവിധാനം ഉയർത്തുന്ന പരിപാടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയാൽ 2ാം സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ രൂപം കൊടുത്ത് പ്രക്ഷോഭം സൃഷ്ടിക്കുമെന്നും അവർ വ്യക്തമാക്കി. അപ്രകാരം ജലവിധാനം ഉയർത്തിയാൽ ഗുജറാത്തിനെ മാത്രമല്ല മഹാരാഷ്ട്ര, ഡൽഹി സംസ്ഥാനങ്ങളിലും നാശം വിതയ്ക്കുമെന്നും മേധാ പട്കർ കൂട്ടിച്ചേർത്തു. It's absolutely illegal and unjust because there is law that no one's property can be submerged without full rehabilitation. And today there are 2.5 lakh people in the valley, the densely populated villages, the township, tribal hamlets, 2 non-tribal plain villages. And the best of agriculture, horticulture, culture with mandirs, temples, mosques, ghats, and millions of trees, big trees. And yet they have gone ahead without rehabilitation because they have no land, and whatever money they distributed in Madhya Pradesh has led to a big scam which is under investigation by a commission of inquiry. But it is just Mr. Modi's decision. The whole procedure of holding meetings of the environment and rehabilitation subgroups and then they clearing the raise of height by 17 meters beyond present height, which is 122 meters, that did not take place. And even before the meeting to decide took place, the Chief Minister of Gujarat had already announced on the previous day that the verbal permission will be granted the next day. So what is this? This is absolutely undemocratic way of governance. While Mr. Modi is talking about inclusive governance, he should have given us a hearing. He knows the dispute is on. And he is not the Chief Minister of Gujarat anymore. He is the Prime Minister of India. And the former Prime Minister during our 21 days fast in 2006 had given in writing to the Supreme Court that he would fulfill the preconditions in the award and the clearance and will not submerge without rehabilitation. But that has not happened. On the other hand, the benefits are not coming true. The water is not really reaching Kutch and Saurashtra, in whose name this oldest of the civilization in the world is about to be destroyed. It is reaching the industries much more than what was there in the original plan. And whatever water is available today, not even 25% is being utilized. So why was the hurry? It is only political expediency and industrialist, pressure lobby. ആലുവ എടത്തലയിൽ തോട്ടിൽ വീട്ടമ്മയുടെ ജഡം കണ്ട സംഭവത്തിൽ ദുരൂഹതകളേറുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി മരണം എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമായാലേ അന്വേഷണം ആ വഴിക്ക് നീങ്ങാനാകൂവെന്ന് പോലീസ് വൃത്തങ്ങൾ. എടത്തല ചേലാട്ട് മോഹനന്റെ ഭാര്യ സത്യഭാമയുടെ ജഡം അധികം താഴ്ചയില്ലാത്ത തോട്ടിലാണ് കാണപ്പെട്ടത്. കയ്യിൽ കിടന്ന കൈച്ചെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൽ മുറിവുകളും പാടുകളുമുണ്ട്. ഇവരെ കണ്ടെത്തിയതിന് കുറച്ചകലെ നിന്നും പിന്നീട് ഇവരുടെ കുടയും ഒരു പേഴ്സും കിട്ടി. എന്നാൽ പേഴ്സ് ഇവരുടേതല്ല. എടത്തല സർവീസ് സഹകരണ ബാങ്കിലേക്ക് പോയ ഇവർ വേറൊരു വഴിയിൽ കൂടി നടന്നു പോകുന്നത് കണ്ടവരുണ്ട്.
പോലീസ് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം അറിയാനാകൂ. മുങ്ങി മരണമാണോ, ശരീരത്തിൽ കണ്ട പാടുകൾ മരണകാരണമാണോ എന്നെല്ലാം അറിഞ്ഞാലേ പോലീസിന് അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടാനാവൂ. ഇത്തരം ദുരൂഹതകൾ തെളിയിച്ചെടുക്കുവാൻ സമർത്ഥനായ ഡിവൈഎസ്പി വി കെ സനിൽകുമാറും CI ബി ഹരികുമാറും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആലുവ ചെങ്ങമനാടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. പുത്തൻവേലിക്കര മാനാഞ്ചേരിക്കുന്ന് ശങ്കാട്ടുതറ വീട്ടിൽ ഉമേഷിനെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി ജാമ്യത്തിൽ അയച്ചു. ഞായറാഴ്ച ചെങ്ങമനാട് കവലയ്ക്ക് സമീപമുണ്ടായ അപകടത്തെ തുടർന്ന് ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കുറുമശ്ശേരി സ്വദേശിനി ശാന്തയാണ് റോഡിൽ തലയടിച്ചു വീണ് മരിച്ചത്. 2 വാതിലുകളും അടക്കാത്ത ബസ്സിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ബസ് തല്ലിത്തകർത്തിരുന്നു. കൊച്ചി നഗരത്തിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ടയിൽ ആംബ്യൂളുകളുമായി ബിടെക് എഞ്ചിനീയറിംഗ് ബിരുദധാരി പിടിയിലായി. ജില്ലാ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് ഡൽഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആംബ്യൂളുകൾ പിടികൂടിയത്. കുമ്പളം മാധവന വാദപ്പള്ളി വീട്ടിൽ ഹാരിസിനെയാണ് എക്സൈസ് CI KK അനിൽകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. എറണാകുളം, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ മേഖലകളിൽ വിൽപ്പന നടത്തുവാൻ കൊണ്ടുവന്നതായിരുന്നു ആംബ്യൂളുകൾ. ഡൽഹിയിൽ നിന്ന് 60 രൂപയ്ക്ക് ആംബ്യൂളുകൾ വാങ്ങി 500 രൂപയ്ക്കാണ് ഇയാൾ ജില്ലയിൽ വിറ്റുകൊണ്ടിരുന്നത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായിരുന്നു ഇയാൾ ആംബ്യൂളുകൾ കച്ചവടം നടത്തിയിരുന്നത്. ഈ കണ്ണികളെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് CI പറഞ്ഞു. എറണാകുളം പനങ്ങാട് നിന്നും 205 ആംബ്യൂളുകളുമായിട്ട് ഹാരിസ് എന്ന ഒരാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ യൂട്ടിജറ്റിക് ഇനത്തിൽപ്പെട്ട ആംബ്യൂളുകളാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഇത് ക്യാൻസർ പേഷ്യൻസിന് വേദന സംഹാരിയായിട്ട് കുത്തിവെക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കില്ല. വളരെ ശക്തിയേറിയ വീര്യം കൂടിയ മരുന്നാണ്. ഇത് യാതൊരു അസുഖവുമില്ലാത്ത യുവാക്കൾ ലഹരിക്ക് വേണ്ടി കുത്തിവെക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് വളരെ വേദന അനുഭവിക്കുന്നവർക്ക് തന്നെ 1 ml ആണ് കുത്തിവെക്കുക. പക്ഷെ അതേസമയം നമ്മളുടെ യുവാക്കൾ 2 ml, 10ഉം 20ഉം ml വരെ, അതായത് 8ഉം 10ഉം ആംബ്യൂളുകൾ വരെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 2ഓ 3ഓ തവണ ഉപയോഗിച്ചാൽ പിന്നീട് ഇതിന് അഡിക്റ്റായി പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ദൂഷ്യം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്വഭാവം. അങ്ങനെ ആയാൽ പിന്നെ അതിനെ ചികിത്സ കൊണ്ട് പോലും ഇങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയില്ല. പ്രിവന്റീവ് ഓഫീസർമാരായ VA ജബ്ബാർ, KA നൈസാം, CEOമാരായ ശ്യാംകുമാർ, ശശി, സുനിത് കുമാർ, ഷക്കീർ ഹുസൈൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. DYFI പ്രവർത്തകർ ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും തടയുക, ആരോഗ്യവകുപ്പിന്റെ അഴിമതിയും ജനദ്രോഹപരമായ നടപടികളും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആലുവ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ആലുവ നഗരം ചുറ്റിവന്ന മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാതൃകാപരമായ സമരമാണ്. ഈ ഹോസ്പിറ്റലുകളിൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നിരവധി അമ്മതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, മുത്തച്ഛന്മാർ എല്ലാവരും കേൾക്കുന്നില്ല പറയുന്നു. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ പനി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ നടപടിയെടുത്ത് അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഡോക്ടർമാരുടെ എണ്ണവും സേവനം ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തുവാനുള്ള നയസമീപനം ഇവിടുത്തെ ഭരണാധികാരികൾ എടുത്തില്ല എങ്കിൽ അത്യുജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും. കാലവർഷം കനത്തതോടെ മഴക്കാല രോഗങ്ങൾ കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും സംസ്ഥാനമെങ്ങും ജനങ്ങൾ വിഷമിക്കുമ്പോൾ ഇവയെ പ്രതിരോധിക്കാൻ നടപടിയെടുക്കാത്ത ആരോഗ്യ വിഭാഗം അഴിമതിയിലും ജനദ്രോഹ നടപടികളിലും മുങ്ങിത്താഴ്ന്നിരിക്കുകയാണെന്ന് DYFI കുറ്റപ്പെടുത്തി. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DYFI മുന്നറിയിപ്പ് നൽകി. ധർണയിൽ DYFI ആലുവ ബ്ലോക്ക് പ്രസിഡന്റ് MM ഗിരീഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി രാജീവ് സക്കറിയ, CPIM ഏരിയ കമ്മിറ്റി അംഗം KI കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. DYFI മേഖലാ പ്രസിഡന്റ് PHM തൊൽഹത്ത്, MA അജീഷ്, MU പ്രമേഷ്, PS സനൽ, KA അഫ്സൽ, നിതിൻ ബാലൻ, MA ഷിഹാബ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി.
KSEBയുടെ അനാസ്ഥ പഞ്ചായത്ത് അധികൃതരും കാണുന്നില്ല. വൈദ്യുതി ക്ഷാമം മൂലം പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ പവർ കട്ടിൽ സംസ്ഥാനം ഇരുട്ടിലാകുമ്പോഴും പകലും രാത്രിയും കത്തിക്കിടക്കുകയാണ് ആലുവ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ സോഡിയം വേപ്പർ ലാമ്പ്. ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് പോലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പവർ കട്ട് ഭീഷണിയായി നിൽക്കെ അധികൃതരുടെ കൺമുമ്പിൽ നടക്കുന്ന KSEBയുടെ അനാസ്ഥ നാട്ടുകാരെ രോഷാകുലരാക്കുന്നു. കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് നേരെ മുന്നിലാണ് സോഡിയം വേപ്പർ ലാമ്പ് നട്ടുച്ചയ്ക്കും തെളിഞ്ഞു കിടക്കുന്നത്. പവർ കട്ട് സമയത്ത് നാടാകെ ഇരുട്ടിലാകുമ്പോൾ മാത്രമാണ് തെരുവിളക്കിന്റെ പ്രകാശവും അണയുന്നത്. പകൽ സമയത്ത് കെടുത്തുന്നതിനും സന്ധ്യയ്ക്ക് കത്തിക്കുന്നതിനുമായി ഡ്യൂട്ടിയിലുള്ളവർക്ക് ജോലിഭാരം കൊണ്ടാവാം പകൽ സമയം മുഴുവനായി സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത്. നേരെ മുന്നിലുള്ള പഞ്ചായത്ത് അധികൃതരും ഇതൊന്നും കാണുന്നില്ല. ഏലൂർ ഫാക്ടറി ഹെഡ് ഓഫീസിന് മുമ്പിലെ റിലേ ഉപവാസ സമരം തുടരുന്നു. ഉപവാസ സമരം 240-ാം ദിവസത്തിലേക്ക് കടന്നു. INTUC കൊച്ചിൻ ഡിവിഷൻ ജനറൽ സെക്രട്ടറി വിശ്വനാഥനാണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്. CITU ഏലൂർ മേഖലാ സെക്രട്ടറി നാദിർ ഷാ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. BA നാസർ വൈകുന്നേരം സമരപ്പന്തലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. സേവ് ഫാക്ട് ആക്ഷൻ കമ്മിറ്റി കൺവീനർ K ചന്ദ്രൻപിള്ള, NP ശങ്കരൻകുട്ടി, PS സെൻ എന്നിവരും സമരപ്പന്തലിൽ എത്തി. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ നർമ്മദാ നദിയിലെ ജലവിധാനം 7 അടി ഉയർത്തുവാനുള്ള കേന്ദ്ര നീക്കം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് എതിരാണെന്ന മേധാ പസ്കാൽ. ആലുവ എടത്തലയിൽ തോട്ടിൽ വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ അന്വേഷണം നടത്താനാവൂ എന്ന് പോലീസ്. ആലുവ ചെങ്ങനാട്ടിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. 205 ആംബ്യുലൻസുകളുമായി ബിടെക്കുകാരൻ എക്സൈസ് പിടിയിൽ.